ചില അപൂർവ റെക്കോർഡുകളും നേട്ടങ്ങളുമൊക്കെയാണ് മോഹൻലാൽ ഓരോ ദിവസവും തന്റെ സിനിമകളിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മോഹൻലാൽ സിനിമ വിജയമായാൽ എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഒരു മഹാവിജയമായാലും പല റെക്കോർഡുകളും മോഹൻലാൽ തന്നെ നേരത്തെ സൃഷ്ടിച്ചത് തിരുത്തിക്കുറിക്കുന്ന അവസ്ഥ, മറ്റൊരു താരത്തിനും ഈ റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ മോഹൻലാൽ ചരിത്രത്തിൽ ഓരോന്നും എഴുതി ചേർക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴിതാ ഒരു വ്യത്യസ്തമായ റെക്കോർഡ് മോഹൻലാൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. വീണ്ടും ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ് തുടരും എന്ന ചിത്രം. ഇപ്പോഴും ചിത്രത്തിന് ഗംഭീര ബുക്കിംഗ് ആണ് നടക്കുന്നതെന്ന് ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കിയാണ്. ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് എടുത്ത് നോക്കിയാൽ മണിക്കൂറിൽ 3000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട മൂന്നാമത്തെ സിനിമയായിരിക്കാണ് ഇപ്പോൾ തുടരും എന്ന ഒരു അപൂർവ റെക്കോർഡ് മോഹൻലാൽ സ്വന്തമാക്കുന്നത്. 66.2 ലക്ഷം പ്രേക്ഷകരാണ് ചിത്രം ഇതുവരെ കേരളത്തിൽ കണ്ടത്. 21-ാം നൂറ്റാണ്ടിൽ ഈ വിഭാഗത്തിൽ ഒന്നാമത് മോഹൻലാലിന്റെ തന്നെ നരസിംഹം, രണ്ടാമത് പുലിമുരുകൻ എന്നിവയാണ്. ഇങ്ങനെയുള്ള അപൂർവ റെക്കോർഡുകൾ സ്ഥാപിക്കുമ്പോൾ തന്നെ ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റും വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷനും ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ ഷെയറും ഒക്കെ നേടുന്ന ചിത്രമൊക്കെയായി തുടരും മാറുമ്പോഴും ഈ ചിത്രത്തിലും ചില അപൂർവതകൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടരും ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച അനുഭവം പങ്കുവച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. അതിൽ തന്നെ വ്യത്യസ്തമായ നിരവധി അനുഭവങ്ങൾ കേൾക്കാൻ സാധിക്കും. ഒരു അപൂർവ സംഗമം തന്നെ ഈ ചിത്രത്തിൽ സംഭവിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. കുറച്ചൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇപ്പോൾ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച നടി റാണി ശരണാണ്. ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് റാണി സന്തോഷം പങ്കുവച്ചിരിക്കുന്നത്. മോഹൻലാൽ, ശോഭി തിലകൻ, ബിനു പപ്പു എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് റാണി പങ്കുവച്ചത്. റാണി അടക്കമുള്ള താരങ്ങളുടെ അച്ഛന്മാർക്കൊപ്പം താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അവരുടെ മക്കൾക്കൊപ്പം അഭിനയിക്കാൻ സാധിക്കുന്നുവെന്നും അതൊരു ഭാഗ്യമാണെന്നും മോഹൻലാൽ പറഞ്ഞതായി റാണി ശരൺ പറഞ്ഞ കാര്യമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പഴയകാല നടൻ മഞ്ചേരി ചന്ദ്രന്റെ മകളാണ് റാണി ശങ്കർ. തുടരും ചിത്രത്തിൽ മണിയൻ എന്ന കഥാപാത്രത്തിന്റെ അമ്മയുടെ വേഷമാണ് റാണി ശരൺ അവതരിപ്പിച്ചത്. റാണിയുടെ വാക്കുകൾ ഇതായിരുന്നു: ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് സ്വപ്നമാണോ ജീവിതമാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെടും. തുടരും സിനിമയുടെ ഭാഗമാകുമെന്നോ ഇങ്ങനെയൊരു നിമിഷം സ്വന്തമാക്കുമെന്നോ സ്വപ്നം കണ്ടിരുന്നില്ല. പ്രതീക്ഷിക്കാതെയാണ് മണിയന്റെ അമ്മയാവാൻ രഞ്ജിത്തേട്ടന്റെ കോൾ വന്നത്. യെസ് പറയാൻ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ലൊക്കേഷനിൽ പോയി തരുൺ ബ്രീഫ് ചെയ്യുന്നവരെയും ലാലേട്ടന്റെ കോമ്പിനേഷൻ ആണെന്ന് പോലും അറിയില്ലായിരുന്നു. കൂടെ അച്ഛന്റെ സുഹൃത്തായിരുന്ന തിലകൻ അങ്കിളിന്റെ മകനും എനിക്കും ഏട്ടനും മൂത്ത ചേട്ടനുമായ ശോഭി ചേട്ടൻ, പിന്നെ അച്ഛന് പ്രിയപ്പെട്ട പപ്പു അങ്കിളിന്റെ മോൻ ബിനു, എല്ലാം കൊണ്ടും അതിമധുരം. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ കാറിൽ പുറത്തേക്ക് പോകുന്ന ഷോട്ടാണ്. അതിന് ഗേറ്റിൽ റെഡിയായി നിൽക്കുന്നു. അപ്പോൾ ശോഭി ചേട്ടൻ എന്നോട് പറഞ്ഞു, ലാലേട്ടൻ ബിനുവിനോട് നമ്മളെക്കുറിച്ചാണെന്ന് തോന്നുന്നു പറയുന്നത്. ഷോട്ടിനൊടുവിൽ ചേട്ടൻ ബിനുവിനോട് ലാലേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങളുടെയൊക്കെ അച്ഛന്മാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ മക്കളുടെ കൂടെയും, വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങളും അതോർത്തത്. അപ്പോഴേക്കും അടുത്തെത്തിയ ലാലേട്ടൻ അതൊരു ഭാഗ്യമല്ലേ ഇങ്ങനെ സാധിച്ചത് എന്ന് ചോദിച്ചു. അതേ ലാലേട്ട, അത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞു ഞാൻ. ഉടൻ രഞ്ജിത്തേട്ടനോട് ചോദിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോ തരാമോ എന്ന്. രഞ്ജിത്തേട്ടൻ ലാലേട്ടനോട്, റാണി പറയുന്നു അവർ 3 പേരും ലാലേട്ടനും കൂടി ഒരു ഫോട്ടോ വേണമെന്ന് എന്ന് പറഞ്ഞതും അതൊരു നല്ല കാര്യമല്ലേ, വരും നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് എടുത്ത ഫോട്ടോയാണിത്. ഇനി മുന്നോട്ടുള്ള കാലം കാത്തുവെക്കുന്നത് എന്തു തന്നെയായാലും ഇത് അതിമധുരമായി തന്നെ തുടരും. അച്ഛൻ എല്ലാം കണ്ടും അറിഞ്ഞും മേലെയുണ്ട്.